ഹായ് ഗൈസ്, എല്ലാവർക്കും റിസ്വാൻ ലോക്കാട്ടർ ബ്ലോഗിലേക്ക് സ്വാഗതം. വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് താലപ്പൊലിയായിരുന്നു കേട്ടോ. എൻ്റെ അനിയനാട്ടോ ഈ ഇളക്കുന്നത്. അവൻ്റെ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ പന്തലൊക്കെ ഇട്ടേക്കുന്ന താലപ്പൊലി പ്രമാണിച്ചാണ് ഞങ്ങളൊക്കെ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് താലപ്പൊലി നടക്കുന്ന സ്ഥലത്തോട്ട് നടക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസാണിത്. അമ്മയാട്ടോ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താലപ്പൊലി അവിടെ ചെന്ന് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താലമൊക്കെ നിരത്തി എല്ലാവരും താലമൊക്കെ എടുക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേറെ ചടങ്ങൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കും താലം എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അല്ലെങ്കിലും സ്ത്രീകൾ അങ്ങനെയാണല്ലോ, നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ കുഞ്ഞിനെടുത്ത് നടക്കുന്നതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനായിട്ട് പോയി അടിച്ചു പൊളിച്ചു എന്ന് പറയാം. പിന്നെ ഞാനും കുഞ്ഞും കൂടെ തുള്ളിയൊക്കെ ചെയ്ത്, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, കുഞ്ഞുമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്. നല്ല തുള്ളലൊക്കെ ആയിരുന്നു. ഇതെൻ്റെ അമ്മച്ചമ്മയായിട്ടോ വിളക്ക് പിടിച്ചേക്കുന്നത്. അതെൻ്റെ അമ്മായി, അനിയത്തി, ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചിറ്റയും മാമിമാർ, മാമന്മാർ, അമ്മാവന്മാർ, അപ്പന്മാർ, അങ്ങനെ എല്ലാവരും ആട്ടോ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒക്കെ ആയിട്ട് താലപ്പൊലിയൊക്കെ പോയി കണിശങ്കര അമ്പലത്തിൽ പോയി കാണാൻ സാധിച്ച്. അത് തന്നെ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെ കണ്ടു അവിടെ വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റിൻ്റെയൊക്കെ ഉണ്ടാകുന്നത്. വലിയതായിരുന്നു. പിന്നെ അപ്പുറത്തെ താലപ്പൊലിയിൽ കേട്ടോ ഈ ഗരുഡൻ തൂക്കം. അതെൻ്റെ കുഞ്ഞിന് കാണാൻ പറ്റിയത് തന്നെ. അവനൊക്കെ ഇനി കാണാൻ പറ്റുമോയെന്നറിയില്ല, പക്ഷേ ഓർമ്മയുണ്ടാകത്തൊന്നുമില്ല. എന്നാലും കാണാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം. തടി വഴിപാടുള്ളത് കൊണ്ട് അതിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, തുള്ളൽ, അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തു. ഞാനും തുള്ളി കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ മാമൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന പോലെയാണ് തുള്ളിയത്. പിന്നെ എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ ഇരുന്ന് കളിച്ചാട്ടോ. എൻ്റെ ചിരി പാവം, ഒത്തിരി അലമ്പായിരുന്നു. പിന്നെ ചെണ്ടയൊക്കെ കണ്ടപ്പോഴേക്കും ആൾ പൊളിയായി, അടിച്ച് പൊളിച്ചാണ് നടന്നത്.